ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവിടെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. SSLCയുടെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ പാഠം അർത്ഥമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണികൾ. ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും ഞങ്ങളിവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. അതിലെ ഫസ്റ്റ് പാർട്ടാണിത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ പാറ്റേൺസ് ആണ്, അഥവാ സംഖ്യാ ശ്രേണികൾ. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കുറച്ച് സ്ക്വയേഴ്സ് കാണാൻ കഴിയുന്നുണ്ടാവും. അവയുടെ സൈഡ്സിൻ്റെ നീളവും കാണാൻ കഴിയുന്നുണ്ടാവും. 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ പെരിമീറ്റർ? അവയുടെ ചുറ്റളവ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? വാട്ട് അബൌട്ട് ദി ഏരിയ? അവയുടെ പരപ്പളവോ? നമുക്കറിയാം, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡാണ്. തന്നിക്കുന്ന വശത്തിന് 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് അതിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവെന്ന് പറയുന്നത്. ആദ്യത്തെ സ്ക്വയറിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് 4 ഇൻറ്റു ആ വശം 1. അപ്പോൾ 4 ഇൻറ്റു 1 4 ആണ് ആദ്യത്തെ സ്ക്വയറിൻ്റെ, സമചതുരത്തിൻ്റെ ചുറ്റളവ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഒരു വശമെന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2 8 ആണെന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ സ്ക്വയർ നോക്കി നോക്കാം. ഒരു വശമെന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 4 ഇൻറ്റു 3, പെരിമീറ്റർ 4 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 12 ആണെന്ന് കിട്ടും. ഇനി നാലാമത്തെ സ്ക്വയർ നോക്കി നോക്കാം. ഒരു വശം 4 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 ഈക്വൽ ടു 16 ആണെന്നും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയുന്നുണ്ടാവും, ഓരോ ഫിഗറിൻ്റെയും പെരിമീറ്റർ അതിന് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. 4, 8, 12, 16. ഇനി അടുത്ത് നമുക്ക് ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, എ സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ് 1 ഇൻറ്റു 1 1 തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ സ്ക്വയർ നോക്കാം. അവിടെ വശത്തിൻ്റെ നീളമെന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ, പരപ്പളവെന്ന് പറയുന്നത് എ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. ഇനി മൂന്നാമത്തെ സ്ക്വയറിൽ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ, പരപ്പളവെന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആയിരിക്കും, 9 എന്ന് കിട്ടും. നാലാമത്തേൽ 4ൻ്റെ സ്ക്വയറാണ്, 4ൻ്റെ സ്ക്വയർ 16 എന്നും കിട്ടും. അപ്പോൾ ഓരോ പിക്ചറിനും താഴെയായിട്ട് അതിൻ്റെ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഏരിയ ഈക്വൽ ടു 1, 4, 9, 16 എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ എല്ലാം, ഈ സമചതുരത്തിൻ്റെയൊക്കെ വികരണം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡയഗണൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. √2a എന്നുള്ളതാണ് ഇക്വേഷൻ. √2 ഇൻറ്റു എ എന്ന് പറയുന്നത് ഒരു വശമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്ക്വയറിൻ്റെ, ഒന്നാമത്തെ സമചതുരത്തിൻ്റെ ഡയഗണൽ വികരണം എന്ന് പറയുന്നത് √2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 1. അപ്പോൾ √2 ഇൻറ്റു 1 ഈക്വൽ ടു √2 ആണെന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ ഡയഗണൽ 1 ആണെന്ന് കിട്ടും. രണ്ടാമത്തത് √2 ഇൻറ്റു എ എന്ന് പറയുന്നത് സൈഡാണ്, സൈഡ് അവിടെ 2 സെൻറ്റിമീറ്റേഴ്സാണ്. അപ്പോൾ √2 ഇൻറ്റു 2, അതായത് 2√2 സെൻറ്റിമീറ്റേഴ്സാണ്. ഇനി മൂന്നാമത്തെ നോക്കി നോക്കാം. √2 ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ 3 ആണ്. അപ്പോൾ 3√2 സെൻറ്റിമീറ്റേഴ്സ്. അടുത്ത നാലാമത്തെ നോക്കി നോക്കാം. √2 ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ 4 ആണ്. അപ്പോൾ 4√2 ആണെന്ന് കിട്ടും. അങ്ങനെ ഡയഗണൽസ് നമുക്ക് √2, 2√2, 3√2, 4√2 ഇങ്ങനെയും കിട്ടുന്നതാണ്. ഇനി നമുക്ക് നമ്പർ പാറ്റേൺ എന്താണെന്ന് നോക്കാം. എന്താണ് നമ്പർ പാറ്റേൺ? എ സെറ്റ് ഓഫ് നമ്പർ റിട്ടൺ ലൈക്ക് ദിസ് as the first, second, third and so on according to a particular rule is called number sequence. ഏതെങ്കിലും ഒരു നിയമമനുസരിച്ച് ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് സംഖ്യാശ്രേണി എന്ന് പറയുന്നത്.
നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മൾ ആ സ്ക്വയേഴ്സിൻ്റെ സമചതുരത്തിൻ്റെയൊക്കെ സൈഡ്സ് നമ്മൾ എഴുതിയിരുന്നത് 1, 2, 3, 4 ഇങ്ങനെ എഴുതിയിരുന്നത്. അതൊരു നമ്പർ പാറ്റേൺ ആണ്, ഒരു സംഖ്യാശ്രേണിയാണ്. അടുത്ത് പെരിമീറ്റർ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓരോന്നിൻ്റെയും പെരിമീറ്റർ കോമയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തേതിൻ്റെ 4, രണ്ടാമത്തേത് 8, മൂന്നാമത്തേത് 12, നാലാമത്തേത് 16. അതും ഒരു നമ്പർ പാറ്റേൺ, ഒരു സംഖ്യാശ്രേണിയാണ്. അവിടെ നമ്മൾ ഏരിയ എഴുതിയിട്ടുണ്ടായിരുന്നു. 1, 4, 9, 16 എക്സെട്ര എന്ന് പറഞ്ഞ് ഏരിയ എഴുതിയിട്ടുണ്ടായിരുന്നു. അതും ഒരു നമ്പർ പാറ്റേൺ ആണ്. ഡയഗണൽസിനെ പറ്റി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. √2, 2√2, 3√2, 4√2 എക്സെട്ര എന്ന് പറഞ്ഞ് ഡയഗണൽസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മൾ നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി എന്ന് പറയുന്നത്. ഇനി അടുത്ത്, ദ നമ്പേഴ്സ് ഓൺ എ സീക്വൻസ് ആർ കാൾഡ് ടേംസ് ഓഫ് ദ സീക്വൻസ്. ഒരു സീക്വൻസിലുള്ള, ഒരു ശ്രേണിയിലുള്ള നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് അതിൻ്റെ പദങ്ങളെന്നാണ്. ആ ശ്രേണിയിലുള്ള പദങ്ങൾ ടേംസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ പെരിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 4, 8, 12, 16. ആ 4, 8, 12, 16 എന്ന് പറയുന്നത് ആ ഒരു സീക്വൻസിലെ ടേംസ് ആണ്, ആ സീക്വൻസിലെ പദങ്ങളാണ്. വി ക്യാൻ ഫോം സീക്വൻസ് ഫ്രം പെക്യുലാരിറ്റീസ് ഓഫ് പ്യുവർ നമ്പേഴ്സ്. നമുക്ക് സംഖ്യകളുടെ പ്രത്യേകതകൾ വെച്ചും ശ്രേണികൾ ഉണ്ടാക്കാനായി കഴിയും. എക്സാമ്പിൾ, ദ പ്രൈം നമ്പേഴ്സ് റിട്ടേൺ ഇൻ ഓർഡർ ഗീവ്സ് ദ സീക്വൻസ് 2, 3, 5, 7, 11, 13. പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ നമ്മൾ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സീക്വൻസ് ആണ് 2, 3, 5, 7, 11, 13 എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം 2 ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ആ നമ്പറും പിന്നെ 1ഉം മാത്രമായിരിക്കും അതിൻ്റെ ഫാക്ടർ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം ആ നമ്പറും കൊണ്ട് മാത്രമേ നമുക്ക് ആ സംഖ്യകളെ പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ് എഴുതിയിരിക്കുന്നത്, ശ്രേണിയാണ് എഴുതിയിരിക്കുന്നത് 2, 3, 5, 7, 11, 13 എക്സെട്ര. ഇനി മറ്റൊന്ന്, ദ ഡിജിറ്റ്സ് ഇൻ ദ ഡെസിമൽ ഫോം ഓഫ് 21/37 റിട്ടൺ ഇൻ ഓർഡർ ഈസ് ദ സീക്വൻസ് 5675 675 67. അതായത് 21/37 ദശാംശ രൂപം, അതിൻ്റെ സീക്വൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ശ്രേണിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 21/37 ദശാംശ രൂപം. അതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതുവാനായി കഴിയും. ഇനി അടുത്തൊരു പോയിന്റ്, സെയിം സീക്വൻസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ സെവറൽ വെയ്സ്. ഒരേ സീക്വൻസിനെ തന്നെ, ഒരേ ശ്രേണിയെ തന്നെ നമുക്ക് പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും, പല രീതിയിൽ വിവരിക്കാനായി കഴിയും. ഇപ്പോൾ ഒരു സീക്വൻസ് നോക്കുക, 1, 11, 21, 31. ഇതൊരു സീക്വൻസ് ആണ്. ദിസ് ഈസ് എ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ഒരു ശ്രേണിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1, 11, 21, 31. ഇവിടെ എല്ലാം അവസാനം 1 ആണ്. അപ്പോൾ 1ൽ അവസാനിക്കുന്ന ഒരു ശ്രേണിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാൻ കഴിയും. We can also say that this is the sequence of natural numbers which leave remainder 1 on division by 10. 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണിയെന്നും ഇതിനെ പറയാം. 1നെ 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 11നെ 10 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 1, 21നെ 10 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 1 കിട്ടും. അപ്പോൾ ഒരു സീക്വൻസിനെ തന്നെ നമുക്ക് പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്ന നമ്പർ പാറ്റേൺസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ടെക്സ്റ്റിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. പേജ് നമ്പർ 10 ടെക്സ്റ്റിൽ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മേക്ക് ദ ഫോളോയിങ് നമ്പർ സീക്വൻസ് ഫ്രം ദ സീക്വൻസ് ഓഫ് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ഓഫ് റെഗുലർ പോളിഗൺസ്. അപ്പോൾ സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചുവടെയുള്ള ഓരോ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയും ഒരു സീക്വൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു ശ്രേണി ഉണ്ടാക്കുക. അതിലൊരു എക്സാമ്പിളായിട്ട് അവർ നമ്പർ ഓഫ് സൈഡ്സ് തന്നിട്ടുണ്ട്. ആദ്യം ട്രയാങ്കിളിൻ്റെ കാര്യം. ട്രയാങ്കിൾ 3 സൈഡ്സാണ്. അടുത്ത് സ്ക്വയറിന് 4 സൈഡ്സ് ഉണ്ട്. അടുത്ത് പെൻറ്റഗണ് 5 സൈഡുണ്ട്. ഇനി അടുത്ത് ഹെക്സഗൺ എടുത്തു കഴിഞ്ഞാൽ ഹെക്സഗൺ 6 സൈഡ് വരും. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ ഒരു സീക്വൻസ്, അതിനെ നമ്മളൊരു സീക്വൻസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 3, 4, 5 ഇങ്ങനെ നമുക്ക് എഴുതാനായി കഴിയും. ഇനി അടുത്ത് രണ്ടാമത് സം ഓഫ് ഇന്നർ ആംഗിൾസ്.
അകക്കോണുകളുടെ തുക അതിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് അടുത്ത് വരുന്നത്. സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾ 8ലും 9ലും ഒക്കെ പഠിക്കുന്നതാണ്. n-2 × 180. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ ഒന്നാമത് ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ സം, ഇന്നർ ആംഗിൾസിൻ്റെ സം അത് ആദ്യം എഴുതുക. അടുത്ത് സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എഴുതുക. അടുത്ത് പെൻറ്റഗണിൻ്റെ അതിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് ചോദ്യം. അപ്പോൾ ഒന്നാമത് ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം നമുക്ക് n-2 × 180 ആ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ കഴിയും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 - 2 × 180. അപ്പോൾ 1 × 180 180 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്ത് സ്ക്വയറിൻ്റെ കാര്യം. സ്ക്വയറിന് 4 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ n-2 × 180 എന്ന് പറയുമ്പോൾ 4 - 2 × 180 മീൻസ് 2 × 180 = 360 എന്ന് കിട്ടും. ഇനി അടുത്ത് പെൻറ്റഗണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5 - 2 × 180 മീൻസ് 3 × 180. 3 × 180 ചെയ്യുമ്പോൾ നമുക്ക് 540 എന്ന് കിട്ടും. ഇനി ഹെക്സഗൺ ചെയ്ത് കഴിഞ്ഞാൽ 6 - 2 × 180 = 720 എന്നും കിട്ടും. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ് നമുക്കിങ്ങനെ എഴുതാൻ കഴിയും: 180, 360, 540, 720. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സീക്വൻസ് ശ്രേണി എന്ന് പറയുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പുറം കോണുകളുടെ തുകയാണ്. നമുക്കറിയാം ഏതൊരു പോളിഗൺ ആയിരുന്നാലും, ഏതൊരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, സ്ക്വയർ ആയിക്കോട്ടെ, പെൻറ്റഗൺ ആയിക്കോട്ടെ, ഹെക്സഗൺ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും ഔട്ടർ ആംഗിൾസ്, പുറം കോണുകളുടെ തുക എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഏതൊരു ഫിഗർ ആയിരുന്നാലും പുറം കോണുകളുടെ തുക, സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും 360 തന്നെ ആയിരിക്കും. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ 360, 360, 360, 360 തന്നെ ആയിരിക്കും. ഇനി അടുത്ത് 1 ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കണം. ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. സം ഓഫ് ഇന്നർ ആംഗിൾസ്, ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ ആംഗിൾസിൻ്റെ സം, അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. അതിൻ്റെ വശങ്ങളുടെ എണ്ണം കൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇന്നർ ആംഗിൾ കിട്ടും. 180 ഡിവൈഡഡ് ബൈ 3 നമുക്കവിടെ 60 എന്ന് കിട്ടും. ഇനി അടുത്ത് സ്ക്വയറിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതേ സെയിം ഇക്വേഷൻ തന്നെയാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ കാര്യത്തിൽ 360 ആണ്. അപ്പോൾ 360യെ നമ്പർ ഓഫ് സൈഡ്സ് വശം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360 ഡിവൈഡഡ് ബൈ 4 അപ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും. അടുത്ത് പെൻറ്റഗണിൻ്റെ കാര്യമാണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് 540 ആണ്. അപ്പോൾ 540 ബൈ 5 108 എന്ന് കിട്ടും. അടുത്ത് റെഗുലർ ഹെക്സഗണിൻ്റെ കാര്യം 120 ഡിഗ്രി ആണെന്നും കിട്ടും. 1 ഇന്നർ ആംഗിൾ, ഇന്നർ ആംഗിളിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 60, 90, 108, 120 ഇങ്ങനെയായിരിക്കും ആ ഒരു സീക്വൻസ്, ആ ഒരു ശ്രേണി കിട്ടുക എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് 1 ഔട്ടർ ആംഗിൾ, ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എല്ലായിടത്തും ഈക്വൽ ആണ്, 360 ആണ്. അപ്പോൾ 360യെ നമ്പർ ഓഫ് സൈഡ്സ് വശങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ 360, ട്രയാങ്കിളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് 3 ആണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 120 എന്ന് കിട്ടും. ഇനി മറ്റൊരു രീതിയിലും ഇത് കണ്ടുപിടിക്കാൻ കഴിയും. ഇപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളിൻ്റെയും സം എന്ന് പറയുന്നത് 180 ആണ്. കാരണം ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ലീനിയർ പെയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നർ ആംഗിൾ അറിയാമെങ്കിൽ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 ഇന്നർ ആംഗിൾ കുറച്ചാലും മതിയാവും. അപ്പോൾ 180 60 കുറച്ചാലും നമുക്ക് 120 കിട്ടും. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനായി സാധിക്കും. ഇനി അടുത്ത സ്ക്വയറിൻ്റെ കാര്യം നോക്കിയിരുന്നാലും ഒന്നുകിൽ നിങ്ങൾക്ക് 360 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 180 നിന്ന് ഇന്നർ ആംഗിൾ കുറച്ചാലും മതിയാവും. അപ്പോൾ നമുക്ക് ആൻസർ അവിടെ 90 എന്ന് കിട്ടും. ഇനി അടുത്ത് റെഗുലർ പെൻറ്റഗൺ പഞ്ചഭുജത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 72 ആണെന്ന് കിട്ടും. അതുപോലെ ഹെക്സഗണിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണെന്നും കിട്ടും. അപ്പോൾ ഔട്ടർ ആംഗിൾസിൻ്റെ ഒരു സീക്വൻസ് ശ്രേണിയെ നമുക്ക് 120, 90, 72, 60 എന്ന് എഴുതുവാനായി സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്? Compute the number of dots needed to make the next 2 triangles. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വലുതായിട്ട് ആലോചിക്കാണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. പൊട്ടുകളുടെ എണ്ണം, ഓരോ ത്രികോണത്തിലെയും പൊട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ ആദ്യത്തേൽ 3, രണ്ടാമത്തേൽ 6, മൂന്നാമത്തേൽ 10. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ത്രികോണത്തിലെ പൊട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമ്മളുള്ള ചോദ്യം, നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദി നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്.
അടുത്ത 3 ഉണ്ടാക്കണമെങ്കിൽ ഇതേ രീതിയിൽ പോകുന്ന അടുത്ത 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ ആവശ്യമായ പൊട്ടുകളുടെ എണ്ണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേൽ 3 പൊട്ടാണ് ആവശ്യം. രണ്ടാമത്തേൽ 6 പൊട്ടുകൾ വേണ്ടി വന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ ട്രയാങ്കിളിനേക്കാളും 3 ഡോട്ട്സ് കൂടുതൽ വേണ്ടി വന്നു രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ. ഇനി രണ്ടാമത്തതിൽ നിന്ന് മൂന്നാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ രണ്ടാമത്തെ ട്രയാങ്കിളിനേക്കാളും 4 ഡോട്ട്സ് കൂടുതൽ വന്നു. മീൻസ് രണ്ടാമത്തേൽ നമുക്ക് 6 മതിയായിരുന്നു, മൂന്നാമത്തേൽ 10 വേണം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിനേക്കാളും രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ 3 ഡോട്ട്സ് കൂടുതൽ വേണ്ടി വന്നു. ഇനി രണ്ടാമത്തേനേക്കാളും മൂന്നാമത്തേത് ഉണ്ടാക്കാൻ 4 ഡോട്ട്സ് കൂടുതൽ വേണ്ടി വന്നു. അപ്പോൾ നാലാമത്തെ ട്രയാങ്കിൾ ഇനി ഉണ്ടാക്കാൻ മൂന്നാമത്തെ ട്രയാങ്കിളിൽ നിന്നും 5 ഡോട്ട്സ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ട്രയാങ്കിളിൽ 10 ഉണ്ട്, അതിനേക്കാളും 5 എന്ന് പറയുമ്പോൾ 15 ഡോട്ട്സ് വേണം നാലാമതൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ. ഇനി അടുത്ത് അഞ്ചാമതൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നാലാമത്തെ ഡോട്ട്സിനേക്കാളും 6 കൂടുതൽ വേണ്ടി വരും. അപ്പോൾ 15നേക്കാളും 6 കൂടുതൽ വേണ്ടി വരും എന്ന് പറയുമ്പോൾ 15 അധികം 6 21 ഡോട്ട്സ് വേണം അടുത്ത ട്രയാങ്കിൾ ഉണ്ടാക്കാൻ. ഇനി ആറാമതൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ അഞ്ചാമത്തെ ട്രയാങ്കിളിനേക്കാളും 7 ഡോട്ട്സ് കൂടുതലായി ആവശ്യം വരും. അപ്പോൾ അഞ്ചാമതുണ്ടാക്കാൻ 21 ആണെങ്കിൽ അതിനേക്കാളും 7 കൂടുതൽ, മീൻസ് 28 ഡോട്ട്സ് വേണം അടുത്ത ആറാമതൊരു ട്രയാങ്കിൾ നമുക്കുണ്ടാക്കാനായിട്ട്. Therefore, the number of dots needed to make the next 3 triangles is 15, 21 and 28. മൂന്നാമത്തെ ചോദ്യം. Write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതുക. അതുപോലെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ ശ്രേണിയും എഴുതുക. അപ്പോൾ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണം, ശിഷ്ടം 1 വരണം. അപ്പോൾ ആദ്യത്തെ നമ്പർ 1 തന്നെ ആയിരിക്കും. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല, അതിനോട് 3 കൂട്ടിയാൽ മതിയാവും, മീൻസ് 4. അടുത്ത നമ്പർ കണ്ടുപിടിക്കാനും പാടില്ല, അതിനോട് 3 കൂട്ടിയാൽ മതിയാവും, 7. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ നമ്പറായിട്ട് എടുത്ത് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ചെയ്യാം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 1, 4, 7, 10, 13, 16 എക്സെട്ര ഈ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് റിമൈൻഡർ 1 വരുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരണം. ഫസ്റ്റ് നമ്പർ 2 തന്നെ ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ അതിനോട് 3 ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ 2 + 3 5 ആണ്. അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ അതിനോട് 3 ആഡ് ചെയ്താൽ മതിയാവും, 8 ആണ്. അപ്പോൾ 2, 5, 8, 11, 14, 17, 20 എക്സെട്ര എന്നായിരിക്കും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത് നാലാമത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. അതിനെ 2 രീതിയിൽ നമ്മൾ വിവരിക്കുക. നമ്മൾ തുടക്കത്തിൽ ഒരു ചോദ്യം 2 രീതിയിൽ വിവരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ചോദ്യത്തിനെയും 2 രീതിയിൽ വിവരിച്ച് പറയും. അപ്പോൾ ആൻസർ വളരെ സിമ്പിളാണ്. 1ലും 6ലും അവസാനിക്കുന്ന സീക്വൻസ്, ദ സീക്വൻസ് എന്ന് പറയുന്നത് 1, 6, 11, 16, 21, 26. ഇതൊക്കെയാണ് 1ലും 6ലും അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ 2 രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്, 2 രീതിയിൽ ഇതിനെ വിവരിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ രീതിയിൽ ഇങ്ങനെ പറയാം. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 ആൻഡ് ആഡിങ് 5 റിപ്പീറ്റഡ്ലി. 1നോട് 5 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ശ്രേണി അതാണിത്. 1നോട് 5 കൂട്ടിയാൽ 6 കിട്ടും, 6നോട് 5 കൂട്ടിയാൽ 11 കിട്ടും, 11നോട് 5 കൂട്ടിയാൽ 16 കിട്ടും. അപ്പോൾ 1, 6, 11, 16. ഇനി ഒരു രീതിയിലും കൂടെ നമുക്കിതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അത് ഇങ്ങനെ പറയാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പേഴ്സിൻ്റെ ശ്രേണി, സംഖ്യകളുടെ ശ്രേണി. ഇപ്പോൾ 1നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും റിമൈൻഡർ. അതുപോലെ 11നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 1 ആയിരിക്കും റിമൈൻഡർ. അപ്പോൾ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5. അഞ്ചാമത്തെ ചോദ്യം. എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters ഓഫ് വാട്ടർ ആൻഡ് it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. 1000 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വീതം പുറത്തേക്കൊഴുകുന്നു. ഓരോ സെക്കൻഡിലും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ് ഒരു ശ്രേണിയായി എഴുതുക.
അപ്പോൾ ഇതൊരു ടേബിൾ വരച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്നുള്ളതേ ഉള്ളൂ. 1000 ലിറ്ററാണ് ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെക്കൻഡ് ആകുമ്പോഴത്തേക്കും 1000 ലിറ്റർ എന്ന് പറയുന്നത് 995 ലിറ്റേഴ്സായി മാറും. ഇനി രണ്ടാമത്തെ സെക്കൻഡിൽ 990 ലിറ്റേഴ്സായി മാറും. ഇനി മൂന്നാമത്തെ സെക്കൻഡിലോ 985 ലിറ്ററായി മാറും. നാലാമത്തെ സെക്കൻഡിൽ വീണ്ടും 5 കുറഞ്ഞ് 980 ആവും. അഞ്ചാമത്തെ സെക്കൻഡിൽ വീണ്ടും 5 കുറഞ്ഞ് 975 ആവും. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ സീക്വൻസ് ഓഫ് ടൈം, സമയത്തിൻ്റെ ശ്രേണി എന്ന് പറയുന്നത് 1 2 3 4 5 എന്നും എക്സെട്ര പോയിക്കൊണ്ടിരിക്കും. ഇനി സീക്വൻസ് ഓഫ് റിമൈനിങ് വാട്ടർ ഇൻ ദ ടാങ്ക് ഇൻ ഈച്ച് സെക്കൻഡ്, ഓരോ സെക്കൻഡിലും ടാങ്കിൽ അവശേഷിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൻ്റെ ശ്രേണി എന്ന് പറയുന്നത് 995 990 985 980 975 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗമെന്ന് പറയുന്നത്, നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ സംഖ്യാ ശ്രേണി. കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും തരുന്നതാണ്, ഉറപ്പായിട്ടും തരുന്നതാണ്. അപ്പോൾ അടുത്ത ഭാഗവുമായി ഉടനെ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.